ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, 1-2 ആഴ്ചകൾക്കകം വിശുദ്ധ റമദാനാണ് സമാഗതമാവുന്നത്. റമദാന്റെ ഏറ്റവും വലിയ സവിശേഷത ഏതെന്ന് ചോദിച്ചാൽ ഖുർആൻ ഇറങ്ങിയ മാസം എന്നതാണ്. വിവിധ മതങ്ങളെ എടുത്ത് പരിശോധിച്ചാലും ആത്മീയ പ്രസ്ഥാനങ്ങളെ എടുത്ത് പരിശോധിച്ചാലും അവയ്ക്കെല്ലാം അവയുടേതായ ഗ്രന്ഥങ്ങളുടെ മാസാചരണമുണ്ട് എന്നുള്ളതാണ്. ഓരോ ആത്മീയ പ്രസ്ഥാനങ്ങളും അവരുടേതായ ഗ്രന്ഥങ്ങളുടെ മാസം ആചരിക്കാറുണ്ട്. ആ മാസത്തോട് അനുബന്ധിച്ച് ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ മലയാള മാസമായ കർക്കിടകം രാമായണ മാസമായിട്ട് ആചരിക്കാറുണ്ട്. ആധ്യാത്മ രാമായണത്തെക്കുറിച്ച് ചർച്ചയാണ് ആ മാസത്തിൽ ഉടനീളം ഉണ്ടാകാറുള്ളത്. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസം കത്തോലിക്ക സഭ ബൈബിൾ മാസാചരണം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ബൈബിൾ കൂടുതലായിട്ട് വായിക്കാനും മനസ്സിലാക്കാനും ധ്യാനിക്കാനും എല്ലാവർക്കും പ്രചോദനം നൽകുക എന്നതാണ് ബൈബിൾ മാസാചരണത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. രാമായണ മാസാചരണമുണ്ട്, ബൈബിൾ മാസാചരണമുണ്ട്. അങ്ങനെ ഓരോ ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള മതഗ്രന്ഥങ്ങൾ കൂടുതൽ വായിക്കപ്പെടുന്ന മാസങ്ങളും സവിശേഷമായ സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട് എന്നാണ് നാം പറഞ്ഞതിന്റെ ചുരുക്കം. ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ ഖുർആനിന്റെ മാസമാണ്. റമദാന്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ നൽകുന്ന ഒന്നാമത്തെ മറുപടി അത് ഖുർആനിന്റെ മാസമാണ്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. അതാണ് റമദാന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് സന്മാർഗമായി സത്യ അസത്യ വിവേചന ഗ്രന്ഥമായി ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ മാസം എന്ന് പറയുന്നു. ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും. അതുകൊണ്ട് ഖുർആൻ ഇറങ്ങിയ ആ മാസത്തിൽ നിങ്ങൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നോമ്പെടുത്തുകൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. റമദാനിൽ നോമ്പെടുക്കാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനം തന്നെ ഖുർആൻ ഇറങ്ങി എന്നുള്ളതാണ്. ഖുർആൻ ഇറങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഖുർആനിന്റെ ഇറങ്ങലിന് ഈ മാസത്തിന് പ്രാരംഭം കുറിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ മാസത്തിൽ നോമ്പെടുക്കാൻ പറയില്ലായിരുന്നു. ഈ മാസത്തിൻ്റെതായ പവിത്രതയും മഹത്വവും ലഭിക്കില്ലായിരുന്നു. ഈ മാസത്തിന്റെ അതല്ലെങ്കിൽ വരാൻ പോകുന്ന റമദാൻ മാസത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? അത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും ആ മാസത്തിൽ നോമ്പെടുക്കണമെന്ന് വിശ്വാസികളോട് പറഞ്ഞതുപോലും ജനങ്ങൾക്ക് സന്മാർഗമായും സത്യ അസത്യ വിവേചന ഗ്രന്ഥമായും ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ വിശ്വാസികളെ, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിർബന്ധമായും നോമ്പെടുക്കണേ എന്നാണ് ഖുർആൻ പറഞ്ഞത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഖുർആനിന്റെ മാസം എന്ന നിലയിൽ ഖുർആന്റെ പഠന മനനങ്ങൾക്കും ഖുർആനികമായ ചിന്തകൾക്കും ചർച്ചകൾക്കുമുള്ള ഒരു നല്ല അവസരമാക്കി റമദാനെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഖുർആനിന് വേണ്ടി, ഖുർആൻ പഠന മനനങ്ങൾക്ക് വേണ്ടി, ഖുർആനികമായ ടൈറ്റിലുകൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി റമദാൻ മാസത്തെ വിശ്വാസികൾ നല്ലതുപോലെ പ്രയോജനപ്പെടുത്തണം. സത്യത്തിൽ അങ്ങനെ വിശ്വാസികൾ റമദാനെ കാണുന്നുണ്ടോ? ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്നുള്ള ഒരു ചിന്തയും ബോധവും ഒക്കെയുണ്ട്. പക്ഷേ ആ അർത്ഥത്തിൽ ഖുർആന്റെ ഒരു വാർഷികാചരണം നടത്തുന്ന മാസം എന്ന രീതിയിൽ റമദാനെ വിശ്വാസികൾ സമീപിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ടത്ര ഇല്ല എന്ന് നമുക്ക് കൃത്യമായും പറയാൻ സാധിക്കും എന്നുള്ളതാണ്. പഠനത്തിൽ നിന്നാണ് ഖുർആൻ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു, വായിക്കുക എന്ന് പറഞ്ഞ അവതീർണമായ ലോകത്തിലെ ആദ്യത്തെയും അവസാനത്തേതുമായ വേദഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആന്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നതാണ്. റമദാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഖുർആൻ ഇറങ്ങിയ മാസം, അതല്ലെങ്കിൽ ഖുർആന്റെ ഇറങ്ങലിന് പ്രാരംഭം കുറിച്ച മാസം എന്നുള്ളതാണ്. എന്നാൽ ആ ഖുർആന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് റമദാനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ
അതല്ലെങ്കിൽ പ്രാരംഭം കുറിച്ചുകൊണ്ട് ഇറങ്ങിയ ആ വചനമുണ്ടല്ലോ, ആ വചനം തുടങ്ങുന്നത് വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. വായിക്കുക എന്ന് പറഞ്ഞു തുടങ്ങിയ ആദ്യത്തേതും അവസാനത്തേതുമായ വേദഗ്രന്ഥമാണ് ഖുർആൻ. ഇതാണ് ഖുർആന്റെ സവിശേഷത എന്ന് പറയുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അത്യുദാരനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ, നിന്നെ സൃഷ്ടിച്ച മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്ന് പടച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ പേന കൊണ്ട് പഠിപ്പിച്ച, മനുഷ്യൻ അജ്ഞാതമായ കാര്യങ്ങൾ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞ അവതീർണമായ വേദഗ്രന്ഥം. അറബി ഭാഷയിൽ ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു എന്നാണ്. ഇഖ്റ എന്ന് പറയുന്ന പദം വരുന്നത് ഖറഅയിൽ നിന്നാണ്. ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു എന്നാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കപ്പെടേണ്ടുന്ന ഗ്രന്ഥം എന്നുള്ളതാണ്. ഒരു ഗ്രന്ഥത്തിന്റെ പേര് തന്നെ എന്താ? വായിക്കപ്പെടേണ്ടുന്ന ഗ്രന്ഥം, മനസ്സിലാക്കപ്പെടേണ്ടുന്ന ഗ്രന്ഥം, ഗവേഷണം നടത്തപ്പെടേണ്ടുന്ന ഗ്രന്ഥം, ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഗ്രന്ഥം. ഇതാണ് ഖുർആന്റെ പേരു തന്നെ എന്നുള്ളതാണ്. കേവലമായ വായനയല്ല. അർത്ഥമറിയാതെയുള്ള ഓത്ത് എന്നാളുകൾ പറയാറുണ്ട്. അർത്ഥമറിയാതെയുള്ള ഓത്ത് പുണ്യമാണോ? അതിൽ പുണ്യം കിട്ടുമോ? ശരിയാണ്, അതിൽ പുണ്യം ലഭിച്ചേക്കും. പക്ഷെ അങ്ങനെ അർത്ഥമറിയാതെ പാരായണം ചെയ്ത് പുണ്യം നേടാൻ വേണ്ടി ഇറങ്ങിയ ഗ്രന്ഥമല്ല. ഗ്രഹിച്ച് മനസ്സിലാക്കുകയും അത് കൃത്യമായിട്ട് ജീവിതത്തിലും സമൂഹത്തിലും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ടുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതെങ്ങനെ വായിക്കണം? അതിന്റെ ഓരോ വചനങ്ങളുടെയും പിറകിൽ പോയി വായിക്കണം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവരെ ഖുർആനിൽ തദബ്ബുർ ചെയ്യുന്നില്ലേ? ഖുർആനിന്റെ ഓരോ വചനങ്ങളുടെയും പിറകെ പോയിക്കൊണ്ടവർ വായിക്കുന്നില്ലേ? അതാണ് തദബ്ബുർ എന്ന് പറയുന്നത്. അതോ അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുവന്ന് വീണിരിക്കുകയാണോ? ഖുർആൻ ചോദിക്കുകയാണ്. അറിവിന്റെ വലിയ സർവകലാശാലയെയാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുള്ളത്. അറിവിന്റെ വലിയ പാഠശാലയെ, വിജ്ഞാനശാലയെ ഖുർആൻ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. അത് കേവലം നമ്മൾ മതപരം എന്ന വൃത്തത്തിൽ പരിമിതപ്പെടുത്തിയിട്ടുള്ള ഏതാനും ചില അറിവുകളാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ഖുർആനിന്റെ അറിവ് ഒരു സർവ്വവിജ്ഞാനകോശമാണ്. എല്ലാ വിജ്ഞാനങ്ങളും ഉള്ളടക്കം ചെയ്തിട്ടുള്ള ഗ്രന്ഥം തന്നെയാണ് ഖുർആൻ എന്ന് പറയുന്നത്. എല്ലാ വിജ്ഞാനങ്ങളിലേക്കുമുള്ള വഴികാട്ടിയാണ് ഖുർആൻ. എല്ലാ വിജ്ഞാനങ്ങളും, അത്യാധുനികമായ എല്ലാ കണ്ടെത്തലുകളും അതുപോലെ ഖുർആനിലുണ്ട് എന്നുള്ള അവകാശവാദം നമുക്കില്ല. എന്ന് മാത്രമല്ല, ഖുർആനിന്റെ പ്രഭാഷണ ലക്ഷ്യവും അതല്ല. പക്ഷെ എല്ലാ വിജ്ഞാനങ്ങളും പഠിക്കാനുള്ള വലിയ പ്രചോദനം ഖുർആനിലുണ്ട്. അത് ആദ്യ വചനത്തിൽ തന്നെയുണ്ട്. നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച, ലോകത്തെ പടച്ച, രക്തപിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ പടച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക. ബിസ്മി ചൊല്ലി വായിക്കാൻ കഴിയുന്നത് മുഴുവനും വായിക്കാനാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത് എന്നാണ് സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞു വന്നത്. കേവലം മതപരം എന്ന ആ ഒരു പരിമിതമായ മണ്ഡലത്തിൽ ഇൽമിനെ ഖുർആൻ പരിമിതപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഖുർആൻ നൽകിയ ഇൽമിനുള്ള വിവക്ഷ, നിർവചനം എന്ന് പറയുന്നത് നമ്മൾ കേവലം ആത്മീയം എന്ന് പറയുന്ന പ്രതലത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ മാത്രമല്ല. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഫാത്തിർ 27-ാം വചനത്തിൽ അല്ലാഹു പറയാൻ, അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ വമിനൽ ജിബാലി ജുദദുൻ ബീലും വഹുംറുൻ മുഖ്തലിഫുൻ അൽവാനുഹാ വഗറാബീബു സൂദ്. അല്ലാഹു ചോദിക്കുകയാണ്, അലം തറ, നിങ്ങൾ കാണുന്നില്ലേ? അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ, നിശ്ചയം അല്ലാഹു തആല ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു. ഫഅഖ്റജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ, വിവിധ നിറങ്ങളിലുള്ള കായ്ക്കനികളെ ആ മഴ ജലത്തിലൂടെ അല്ലാഹു തആല ഉൽപ്പാദിപ്പിച്ചു. അല്ലാഹു ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുകയും ആ മഴവെള്ളത്തിലൂടെ അല്ലാഹു തആല ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ കായ്ക്കനികളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു എന്ന് പറയാൻ. തുടർന്ന് അല്ലാഹു പറയാണ്, നിങ്ങൾ നോക്കിൻ, നിങ്ങൾ ചിന്തിച്ചു നോക്കിൻ. വമിനൽ ജിബാലി ജുദദുൻ ബീലുൻ വഹുംറുൻ മുഖ്തലിഫുൻ അൽവാനുഹാ, പർവ്വതങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെളുത്ത വഴികൾ കാണാൻ കഴിയും, വെളുത്ത ശിലകൾ കാണാൻ കഴിയും, ചുവന്ന ശിലകൾ കാണാൻ കഴിയും. അതുപോലെ മുഖ്തലിഫുൻ അൽവാനുഹാ, നിറവൈവിധ്യങ്ങളുള്ള ധാരാളം ശിലകൾ നിങ്ങൾക്ക് പർവ്വതങ്ങളിൽ കാണാൻ കഴിയും. വഗറാബീബു സൂദ്, കറുകറുത്ത പാറകളെയും നിങ്ങൾക്ക് പർവ്വതങ്ങളിൽ കാണാൻ കഴിയും. വമിനന്നാസി വദ്ദവാബി വൽ അൻആമി മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക്,
ഇപ്രകാരം മനുഷ്യരിലേക്ക്, മൃഗങ്ങളിലേക്ക്, കാലികളിലേക്കെല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് നിറവൈവിധ്യങ്ങൾ കാണാൻ കഴിയും. മനുഷ്യരെ നോക്കിൻ, നിങ്ങൾ പാറകളിലേക്ക് നോക്കിൻ, പർവ്വതങ്ങളിലേക്ക് നോക്കിൻ, മനുഷ്യരിലേക്ക് നോക്കിൻ, കാലികളിലേക്ക് നോക്കിൻ. എത്രയോ നിറവൈവിധ്യങ്ങൾ നിങ്ങൾക്കവിടെ ദർശിക്കാൻ സാധിക്കുന്നതാണ്. വ്യത്യസ്തതകൾ, പ്രകൃതിപരമായ വ്യത്യസ്തതകൾ നിങ്ങൾക്കവിടെ ദർശിക്കാൻ കഴിയുന്നതാണ്. ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അള്ളാഹു അതാണ് പറയുന്നത്, ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഈ ദൃഷ്ടാന്തങ്ങൾ വായിച്ചു മനസ്സിലാക്കി, അതല്ലെങ്കിൽ ഈ ദൃഷ്ടാന്തങ്ങൾ അറിഞ്ഞ് ഉൾക്കൊണ്ട് അള്ളാഹുവിലേക്ക് എത്തിപ്പെടുന്നയാളുണ്ടല്ലോ, അയാളാണ് ഖുർആനിന്റെ വിവക്ഷയിൽ അറിവാളൻ എന്ന് പറയുന്നത്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയം അള്ളാഹുവിന്റെ ദാസന്മാരിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ ഉലമാ ആണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉലമാ ആണ്. ആരാണ് ഉലമാ? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കി റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില, പടച്ച തമ്പുരാനെ ഇതൊന്നും നീ വെറുതെ പടച്ചതല്ലല്ലോ എന്ന് പറയുന്നവൻ, എന്ന് ഉരുവിടുന്നവൻ, അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് എത്തിപ്പെടുന്ന മനുഷ്യൻ, ഇദ്ദേഹമാണ് ആലിം, ജ്ഞാനി. വിശുദ്ധ ഖുർആൻ പറയുന്ന ജ്ഞാനിയതാണ് സഹോദരങ്ങളെ. ഈ ജ്ഞാനം എങ്ങനെ ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ തദബ്ബുറിലൂടെയാണ് ലഭിക്കുന്നത്. പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെയും ഖുർആനികമായ ദൃഷ്ടാന്തങ്ങളെയും വായിക്കുന്നതിലൂടെ, മനനം ചെയ്യുന്നതിലൂടെ. ഖുർആൻ അതാണ് പറയുന്നത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിക വചനങ്ങൾക്ക് പിറകെ നിങ്ങൾ പോകുന്നില്ലേ? ആയാത്തുകൾക്ക് പിറകെ രണ്ടായത്തുകളുണ്ട്. ഒന്ന് ആയാത്തുൽ ഖുർആൻ, ഖുർആനിലെ ആയത്തുകൾ. രണ്ടാമത്തേത് ആയാത്തുൽ കൗൻ, പ്രപഞ്ചത്തിലെ ആയത്തുകൾ. ഈ രണ്ടായത്തുകളും അള്ളാഹുവിന്റെ വുജൂദിനും വഹദാനിയത്തിനുമുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. അങ്ങനെ ഈ ആയാത്തുകളെ പഠിച്ചു മനസ്സിലാക്കി നിരീക്ഷിച്ച് അള്ളാഹുവിലേക്ക് എത്തിപ്പെടുന്ന മനുഷ്യനാണ് ആലിമെന്ന് ഖുർആൻ പറയാണ് സഹോദരങ്ങളെ. ഈ തദബ്ബുറിലൂടെയും പഠന മനനങ്ങളിലൂടെയും ആധുനിക ഭൗതിക സമൂഹത്തിൽ ഉണ്ടായതിനേക്കാൾ വലിയ വികാസം ഇസ്ലാമിക സമൂഹത്തിൽ ചരിത്രത്തിൽ ഉണ്ടായി. ആരായിരുന്നു 6-ാം നൂറ്റാണ്ടിൽ അറബികളെന്ന് ചോദിച്ചാൽ അറിവില്ലാത്തവരായിരുന്നു. ആടിന്റെയും ഒട്ടകത്തിന്റെയും പിന്നാലെ പാഞ്ഞുള്ള ജീവിതം, ആടിന്റെയും ഒട്ടകത്തിന്റെയും പേരിൽ, അതല്ലെങ്കിൽ ആടോ ഒട്ടകമോ അതിർത്തിയിൽ ഒരൽപ്പം മാറി ചവിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നൂറ്റാണ്ടുകളോളം, പതിറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തിരുന്ന ഒരു ജനത, അവരറിവാളന്മാരായി മാറി. എങ്ങനെ? വായിക്കുക എന്ന ആഹ്വാനമുണ്ടായപ്പോ, നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക എന്ന ആഹ്വാനമുണ്ടായപ്പോ അവരറിവാളന്മാരായി മാറിയെന്ന് മാത്രമല്ല, അവരെ ലോകത്തിന്റെ ജേതാക്കളും നാഗരികതയുടെ നേതാക്കളുമായി മാറി എന്നുള്ളതാണ്. പിന്നീട് നാഗരികതയെ അവർ നയിക്കാൻ തുടങ്ങി. പല ഗ്രന്ഥങ്ങളിലും ചരിത്രകാരന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. വിശ്വചരിത്രാവലോകനം എന്ന കൃതിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതി, മറ്റു സംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അറേബ്യയിൽ ശാസ്ത്രാന്വേഷണ ബുദ്ധി വളരെ കൂടുതലായിരുന്നു. എങ്ങനെ കൂടുതലായി? നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറയുന്ന ഖുർആന്റെ ആഹ്വാനം കൊണ്ടാണ് അത് സംഭവിച്ചത്. നെഹ്റു അല്ലത് പറഞ്ഞത്, പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നെഹ്റു പറഞ്ഞത് മറ്റു സംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അറേബ്യയിൽ ശാസ്ത്രാന്വേഷണ ബുദ്ധി വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിന്റെ പ്രപിതാക്കൾ മുസ്ലിങ്ങളാണെന്ന് പറയാം, നെഹ്റു പറയാം. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് യൂറോപ്പ്, യൂറോപ്പിന്റെ ബൗദ്ധിക വികാസം എന്ന പരിഭാഷപ്പെടുത്താവുന്ന ഗ്രന്ഥത്തിൽ ജോൺ വില്യം എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ രേഖപ്പെടുത്തി, ഇന്ന് ലോകം അനുഭവിക്കുന്ന എല്ലാ ശാസ്ത്രീയ സുഖങ്ങൾക്കും കടപ്പെട്ടിരിക്കുന്നത് മുസ്ലിം പണ്ഡിതന്മാരോടാണ്. ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കളായ ഗലീലിയോ, കെപ്ലർ, ബ്രൂണോ, ന്യൂട്ടൺ, ഡാവിഞ്ചി തുടങ്ങിയവരെല്ലാം പ്രചോദനം സ്വീകരിച്ചത് പൂർവികരായ ഇബ്നു സീന, അൽബറൂണി, ഇബ്നു ഖൽദൂൻ, റാസി, ഫാറാബി, ഗസാലി തുടങ്ങിയ ഇസ്ലാമിക പണ്ഡിതന്മാരിൽ നിന്നാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറയുന്ന ആഹ്വാനത്തിൽ നിന്ന് വായിക്കാൻ തുടങ്ങിയ പണ്ഡിതന്മാരുണ്ടല്ലോ, അവരിൽ നിന്നാണ് ആധുനിക ശാസ്ത്രത്തിന്റെ പ്രപിതാക്കളായിട്ടുള്ള ആളുകൾ പ്രചോദനം സ്വീകരിച്ചതെന്ന് ജോൺ വില്യം എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയാണ് സഹോദരങ്ങളെ. പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ തോമസ് അർണോൾഡ് പറഞ്ഞു, ഇബ്നു സീനയുടെ അൽ ഖാനൂൻ ഫി തിബ്ബ് പോലെ വൈദ്യശാസ്ത്ര മേഖലയിൽ ഗവേഷണം നടത്തപ്പെട്ട മറ്റൊരു ഗ്രന്ഥവുമില്ല. ഹസനുൽ ഹൈത്തം റഹിമഹുള്ളയായിരുന്നു നേത്രശാസ്ത്രത്തിന്റെ അടിത്തറകൾ ലോകത്തിന് സംഭാവന ചെയ്തത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് ബദീഉസ്സമാൻ ഇസ്മായിൽ ജസ്രി എന്ന് പറയുന്ന പണ്ഡിതനാണ്.
സഹോദരങ്ങളെ, ഇതെന്തിനാണ് ഇതൊക്കെ പറയുന്നത്? മുസ്ലിങ്ങളുടെ കുറെ കണ്ടുപിടുത്തങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല. മുസ്ലിങ്ങൾ ചരിത്രത്തിൽ കുറെ കണ്ടെത്തി നമ്മുടെ പണ്ഡിതന്മാർ എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല, മറിച്ച് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറയുന്ന വിശുദ്ധ ഖുർആന്റെ ആഹ്വാനമായിരുന്നു, കൽപ്പനയായിരുന്നു ഈ ഗവേഷണങ്ങളുടെ എല്ലാം പ്രചോദനം എന്ന് പറയുന്നത്. ഈ ഗവേഷണങ്ങളുടെ എല്ലാം പ്രചോദനം ഖുർആനായിരുന്നു സഹോദരങ്ങളെ. ഏതെങ്കിലും ഒരു ശാസ്ത്രീയ സത്യം പറയാൻ വിശുദ്ധ ഖുർആൻ ഒരു വചനവും ഇറക്കിയിട്ടില്ല. ഖുർആൻ 3 സിദ്ധാന്തങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രഭാഷണം നടത്തുന്നത്. ഒന്ന് തൗഹീദാണ്, രണ്ടാമത്തേത് റിസാലത്താണ്, 3 ആഖിറത്ത്. ഏകദൈവത്വ സിദ്ധാന്തം, പ്രവാചകത്വ സിദ്ധാന്തം, പരലോക വിശ്വാസം. ഈ 3 അടിത്തറകളിൽ ഊന്നിക്കൊണ്ടാണ് ഖുർആനിന്റെ പ്രഭാഷണം എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രമേയത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രാപഞ്ചികമായ ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഖുർആൻ വിശദീകരിച്ചു എന്നുള്ളതാണ്. ആ ദൃഷ്ടാന്തങ്ങൾ മുന്നിൽ വെച്ച് പഠിച്ചപ്പോ പല അറിവുകളിലേക്കും പല ജ്ഞാനങ്ങളിലേക്കും കൗതുകകരമായ പല ഇൽമുകളിലേക്കും മനുഷ്യൻ എത്തിപ്പെട്ടു സഹോദരങ്ങളെ. അതാണുണ്ടായത്. പക്ഷികൾ അനുകരിച്ചു പറക്കുന്ന ഓർണിത്തോപ്റ്റർ എന്ന വിമാന കൺസെപ്റ്റിന് അബ്ബാസ് ബിൻ ഫിർനാസ് എന്ന പേരുള്ള അറേബ്യൻ ശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തങ്ങളാണ് സഹായകമായത്. റൈറ്റ് സഹോദരന്മാർക്ക് മുമ്പ് തന്നെ ഗ്ലൈഡർ ഉപയോഗിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ പറക്കാൻ അബ്ബാസ് ബിൻ ഫിർനാസിന് സാധ്യമായി. ഫിർനാസിനെ സ്വാധീനിച്ചത് വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളാണ്. ഫിർനാസിനെ പ്രചോദിപ്പിച്ചത് ഖുർആനിലെ ചില വചനങ്ങളായിരുന്നു. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സ്വാഫാത്തിൻ, അവര് പക്ഷികളിലേക്ക് നോക്കുന്നില്ലേ? അവർക്ക് മീതെ അണിയടിയായി പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ. വയഖബിൽന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, ആ പക്ഷികൾ അവയുടെ ചിറകുകൾ കൂട്ടുകയും നിവർത്തുകയും ചെയ്യുന്നു. കരുണാവാരിധിയായ റബ്ബല്ലാതെ ആ പക്ഷികളെ പിടിച്ചു നിർത്തുന്നില്ല. ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ, നിശ്ചയം കരുണാവാരിധിയായ ആ നാഥൻ എല്ലാറ്റിനെ സംബന്ധിച്ചും കാഴ്ചയുള്ളവനാണ്, എല്ലാറ്റിനെയും കാണുന്നവനാണ്. പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? പക്ഷികളാണ് അള്ളാഹുവിന്റെ വുജൂദിനും വഹദാനിയത്തിനുമുള്ള വലിയൊരു ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു സൂറത്തുൽ മുൽക്കിൽ അവതരിപ്പിക്കുന്ന സഹോദരങ്ങളെ, പറക്കുക എന്ന് പറയുന്ന വലിയ ആവേശകരമായ പ്രവർത്തനം. സത്യത്തിൽ അതിലേക്ക് ഈ പറയുന്ന അബ്ബാസ് ബിൻ ഫിർനാസ് എന്ന് പറയുന്ന അറേബ്യൻ ശാസ്ത്രജ്ഞന് പ്രചോദനമായിട്ട് മാറിയത് ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലെ ചില പ്രയോഗങ്ങളായിരുന്നു എന്നുള്ളതാണ്. ജബലുർ റൂസ് പർവ്വതമാണ് പരീക്ഷണത്തിന് വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുത്തത്. ജബലുർ റൂസ് പർവ്വതം അദ്ദേഹം തെരഞ്ഞെടുത്തു. ഗ്ലൈഡർ ഉപയോഗിച്ച് 10 മിനിറ്റ് പറന്നെങ്കിലും പിന്നീട് അദ്ദേഹം വീണുപോയി എന്നുള്ളതാണ് ചരിത്രം. സഹോദരങ്ങളെ, ഖുർആനും ഹദീസുമെല്ലാം ധാരാളം ശാസ്ത്രകാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ ഇന്നാലിന്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഫാക്ട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും ഖുർആനിൽ പറയുന്നില്ല. പക്ഷേ ഖുർആനും ഹദീസും പറയുന്ന കാര്യങ്ങൾക്കിടയിൽ മനുഷ്യനെ വൈജ്ഞാനികമായ മണ്ഡലത്തിൽ പ്രചോദനമായി മാറിയ പല കാര്യങ്ങളും കടന്നു വന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഖുർആൻ ഒരു സർവകലാശാലയായിട്ട് മാറിയത്. സർവകലാശാലയ്ക്ക് അറബി ഭാഷയിൽ ജാമിയ എന്നാണ് പറയുക. സർവകലാശാലയുടെ പ്രത്യേകത എന്താണ്? എല്ലാ അറിവുകളും അവിടെ പഠിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സർവകലാശാല എന്ന പേര് ലഭിച്ചത്. ഖുർആനും ഒരു സർവകലാശാലയാണ്. ഖുർആനിനെ സംബന്ധിച്ച് പണ്ഡിതന്മാര് പറയുന്ന മറ്റൊരു വാക്ക്, ഖുർആനിന്റെ ഒരു മുത്തറാദിഫ്, ഒരു പര്യായം എന്ന നിലയ്ക്ക് പറയുന്നത് അൽ ജാമിഅ എന്നാണ്. എല്ലാം ഉൾക്കൊള്ളുന്നു, എല്ലാ വിജ്ഞാനങ്ങളിലേക്കുമുള്ള പ്രചോദനമുള്ള ഗ്രന്ഥം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അങ്ങനെയാണ് പണ്ഡിതന്മാര് ഖുർആൻ പഠിച്ചപ്പോ, ഹദീസ് പഠിച്ചപ്പോ അവർക്ക് എല്ലാ ജ്ഞാനമണ്ഡലങ്ങളിലേക്കും വികസിക്കാനുള്ള വല്ലാത്ത പ്രചോദനം ലഭിച്ചു. നമ്മൾ ഇബ്നു സീനയെ സംബന്ധിച്ച് പറഞ്ഞു, അവിസന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള 40ഓളം വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അടിത്തറ പിന്നീട് വികസിച്ചത് ആ ഗ്രന്ഥങ്ങളിൽ നിന്നായിരുന്നു. അത്തരം ഗ്രന്ഥങ്ങൾ എഴുതിയ ഇബ്നു സീന അദ്ദേഹത്തെ പ്രചോദിപ്പിച്ച പ്രവാചക വചനം തദാവൗ ഫഇന്ന ലികുല്ലി ദാഇൻ ദവാഉൻ, നിങ്ങൾ ചികിത്സിക്കണേ, നിശ്ചയം എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. പ്രപഞ്ചത്തിൽ മരുന്നില്ലാത്ത ഒരു രോഗവുമില്ല. അത് വല്ലാത്തൊരു പ്രയോഗമാണ്. ചിലതെല്ലാം കണ്ടെത്താതെ പോകുന്നു, പക്ഷേ ഒരു കാലഘട്ടമാവുമ്പോൾ മരുന്നും കണ്ടെത്തുന്നു. കാരണം പ്രവാചകന്റെ ഒരു വല്ലാത്ത പ്രചോദനം നൽകുന്ന ഒരു വാക്കാണ്, നിങ്ങൾ ചികിത്സിക്കണേ എന്നാ പറഞ്ഞത്. എല്ലാ അസുഖങ്ങൾക്കും മരുന്നുണ്ട്. വല്ലാത്തൊരു പ്രയോഗമാണ് സഹോദരങ്ങളെ. അതുപോലെ ഖുർആന്റെ ഓരോ കൽപ്പനകൾ
ഖുർആൻ അത് പറയുന്നത് വേറൊരു തലത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ അത് വൈജ്ഞാനികമായി മനുഷ്യന് വികസിക്കാനുള്ള പ്രചോദനമായിട്ട് കൂടി മാറി എന്നുള്ളതാണ്. സഞ്ചരിക്കാനുള്ള ഖുർആനിക ആഹ്വാനമുണ്ട്. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കണേ, എങ്ങനെയാണ് കുറ്റവാളികളുടെ അക്രമികളുടെ പരിണിതി എന്ന് നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കണേ. ഒരു വചനമല്ല, ഇങ്ങനെ ഈ ആശയമുള്ള ധാരാളം വചനങ്ങൾ ഖുർആനിലുണ്ട്. ഈ വചനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇബ്നു ബത്തൂത്തിയെ പോലുള്ള സഞ്ചാരികൾ ലോക സഞ്ചാരത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നത്. ലോകം ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുകയാണ് വലിയ വലിയ സഞ്ചാരികൾ, പണ്ഡിതന്മാർ. സഹോദരങ്ങളെ, സഞ്ചാരികൾക്ക് റൂട്ട് മാപ്പുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ മാപ്പുകൾ തയ്യാറാക്കി കൊടുത്തു. വഴി മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള മാപ്പുകൾ തയ്യാറാക്കി കൊടുത്തു. ആരാ തയ്യാറാക്കി കൊടുത്തത്? അതിന്റെ മുൻപന്തിയിൽ ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ടായിരുന്നു. വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങി. ഏത് മാപ്പ് നോക്കിയിട്ടാണ് വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയത്? പണ്ഡിതനായ ഇബ്നു മാജിദ് തയ്യാറാക്കിയ മാപ്പ് നോക്കിക്കൊണ്ടായിരുന്നു വാസ്കോ ഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, അവരെയെല്ലാം ഖുർആൻ എത്രത്തോളം പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഖുർആന്റെ പ്രചോദനത്തിലൂടെ അവരെല്ലാം വൈജ്ഞാനികമായി എത്രത്തോളം വ്യക്തിപരമായി വളർന്നവർ വികസിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഖുർആനിനെ പുതുതലമുറയെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ ഖുർആനിനെ മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും സഹോദരങ്ങളെ, ആ അർത്ഥത്തിലുള്ള ഖുർആൻ പഠന മനനങ്ങൾ ധാരാളമായിട്ട് സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പരമ്പരാഗതമായിട്ടുള്ള ഒരു ശൈലിയിൽ കുറെ കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു പോവുക എന്ന രീതിക്കപ്പുറത്ത് നമുക്കറിയാം, നവനാസ്തികർ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാലമാണ്. ഈ കാലഘട്ടത്തിൽ ഖുർആൻ എപ്രകാരം ദൈവികമായി ഇന്നും നിലനിൽക്കുന്നു എന്ന് വസ്തുതാപരമായിട്ട് തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഭാഗം കൂടിയാണ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. കലാമുല്ലാഹിൽ മുനസ്സൽ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ദൂതന്റെ മേൽ ഇറക്കപ്പെട്ട അല്ലാഹുവിന്റെ കലാമാണ്. ഇതാണ് ഈ ഗ്രന്ഥത്തിന്റെ സവിശേഷത, അല്ലാഹുവിന്റെ കലാം. ആ അർത്ഥത്തിൽ ഗ്രന്ഥത്തെ വായിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ആ രീതിയിൽ ഖുർആനെ ചർച്ച ചെയ്യുക. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഖുർആനിൽ കൗതുകമുള്ള പലതും കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. തായ്ലൻഡിലെ ചിയാങ് മായ് യൂണിവേഴ്സിറ്റിയിലെ ശരീരഘടനാശാസ്ത്ര വിദഗ്ധൻ പ്രൊഫസർ തെഗറ്റാറ്റസൻ റിയാദിൽ വെച്ച് മുസ്ലിമായി. അതിനൊരു പശ്ചാത്തലമുണ്ട്. വേദനാ സംവേദനികളുടെ ഗവേഷണത്തിനായി തെഗറ്റാറ്റ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സിംഹഭാഗവും ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗം ചെലവഴിച്ചത് വേദനാ സംവേദനികളുമായി ബന്ധപ്പെട്ട പഠനത്തിനാണ്. അതിനിടയിലാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 56-ാം വചനം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അല്ലാഹു പറയാൻ, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ, നിശ്ചയം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവർ അവർ നരകത്തിൽ കത്തിയെരിയുന്നതാണ്. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അവരുടെ തൊലി പാകമാവുമ്പോ, അത് പഴുത്ത് കേടുവരുമ്പോ അല്ലാഹു തആല അവർക്ക് പകരം തൊലികളെ നൽകുമെന്നുള്ളതാണ് ഖുർആൻ പറയാൻ. അവരുടെ തൊലി പാകമായി പഴുത്തു പോകുമ്പോ അല്ലാഹു പകരം തൊലികളെ നൽകും. എന്തിന്? യദൂഖുൽ അദാബ്, അവർക്ക് ശിക്ഷ രുചിക്കുന്നതിന് വേണ്ടി. ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ, നിശ്ചയം അല്ലാഹു അങ്ങേയറ്റം പ്രതാപവാനും യുക്തിജ്ഞനുമാണ്. മനുഷ്യന്റെ തൊലിയിൽ വേദനാ സംവേദനികൾ ഉണ്ടെന്ന് 20-ാം നൂറ്റാണ്ട് വരെ ആരും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ. എല്ലാം തലച്ചോറ്, ബ്രെയിന് നിയന്ത്രിക്കുന്നു എന്നതായിരുന്നു പൊതുധാരണ. എന്നാൽ വേദനയുടെ ഉറവിടത്തിൽ തൊലിയുടെ പ്രാധാന്യം പിന്നീട് വൈദ്യശാസ്ത്ര ലോകം തിരിച്ചറിഞ്ഞു. ഈ കണ്ടുപിടുത്തം ഡോക്ടർമാർ വളരെയധികം പ്രയോജനപ്പെടുത്തി. അങ്ങനെയാണ് പൊള്ളലേറ്റ ഒരു രോഗി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നാൽ മുട്ടുസൂചിയോ അതുപോലെയുള്ള എന്തെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് കുത്തി വേദനയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഡോക്ടർമാർ മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ. ശാസ്ത്രലോകം ഇതൊന്നും കണ്ടെത്താത്ത ഒരു കാലത്തും മനുഷ്യ ശരീരത്തിൽ വേദനാ സംവേദനികൾ ഉണ്ടെന്നും നരകാഗ്നിയാൽ മനുഷ്യനെങ്ങനെ ചുട്ടുപൊള്ളുമ്പോ മനുഷ്യന്റെ തൊലി അത് കരിഞ്ഞു പോകുമ്പോ മനുഷ്യന് വേദന അനുഭവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോ വേറെയും പുതിയ പുതിയ തൊലികൾ അപ്പപ്പോൾ തന്നെ അല്ലാഹു നൽകും. ലിയദൂഖുൽ അദാബ്, മനുഷ്യരെ ശിക്ഷ രുചിപ്പിക്കുന്നതിന് വേണ്ടി എന്ന് ഖുർആൻ പറയാൻ. ഈ ഖുർആനിലെ പരാമർശത്തിൽ ആകർഷകനായിട്ടാണ് പ്രൊഫസർ തെഗറ്റാറ്റസൻ എന്ന് പറയുന്ന വൈദ്യശാസ്ത്രജ്ഞൻ
ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. റിയാദിലെ 8ാം വൈദ്യശാസ്ത്ര സമ്മേളനത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ കാരണം തുറന്നു പറയുന്നുണ്ട്. മേൽപ്പറഞ്ഞ ഖുർആൻ വചനം അതെപ്രകാരം അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഈ ഖുർആനൊക്കെ വലിയ ശാസ്ത്രജ്ഞന്മാർക്കും അതല്ലെങ്കിൽ വലിയ ബുദ്ധിജീവികൾക്കും സമൂഹത്തിൽ മേൽത്തട്ടിലുള്ള ആളുകൾക്കും മാത്രം മനസ്സിലാവുന്ന ഗ്രന്ഥമാണോ എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നൊരു സ്വാഭാവികമായ ചോദ്യം ഉയരും. അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുർആൻ ഓരോരുത്തരോടും അവരുടെ നിലവാരമനുസരിച്ച് സംവദിക്കുന്നു. ഇത് അല്ലാഹുവിന്റെ കലാമാണ്. ഓരോരുത്തരോടും അവരുടെ നിലവാരമനുസരിച്ച് സംവദിക്കാനുള്ള ശേഷി ഖുർആനുണ്ട് എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരനോട് അയാളുടെ നിലവാരമനുസരിച്ച്, ഒരു പണ്ഡിതനോട് അയാളുടെ നിലവാരമനുസരിച്ച്, ഒരു ശാസ്ത്രജ്ഞനോട് അയാളുടെ നിലവാരമനുസരിച്ച്, ഒരു ചരിത്രകാരനോട് അയാളുടെ നിലവാരമനുസരിച്ചും സംവദിക്കാനുള്ള ശേഷി ഖുർആനിനുണ്ട് എന്നുള്ളതാണ്. ഖുർആൻ അതിന്റെ അടിസ്ഥാനാശയമായിട്ട് എപ്പോഴും പറയുന്നത് തൗഹീദും റിസാലത്തും ആഖിറത്തുമാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഖുർആൻ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ സമൂഹങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അവരുടെ നാശത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് പ്രവചിക്കുമ്പോൾ ഭാവിയെ സംബന്ധിച്ചുള്ള പ്രവചനമായിട്ട് പലപ്പോഴും അത് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഏകാധിപതിയായ ഫിർഔന്റെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. തുല്യതയില്ലാത്ത ഏകാധിപത്യത്തിന് ചരിത്രത്തിൽ നേതൃത്വം കൊടുത്ത ഏക ചക്രാധിപതിയായ ഫിർഔന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഫിർഔന്റെ നാശത്തെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. അങ്ങനെ ഫിർഔന്റെ നാശത്തെക്കുറിച്ച് പറഞ്ഞ് സൂറത്ത് യൂനുസ് 92-ാം വചനത്തിൽ അല്ലാഹു പറയാണ്, ഫല്യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഒരു ദിവസം നാം നിന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തുന്നതാണ്. നീ ലോകത്തിന് നിനക്ക് പിറകെ വരുന്ന ആളുകൾക്കൊരു മുന്നറിയിപ്പായി തീരണം. അതിനുവേണ്ടി നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തുന്നതാണെന്ന് ഖുർആൻ പറയാണ്. ഫിർഔന്റെ ശരീരത്തെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുമെന്ന് പറയാൻ. ഫിർഔന്റെ ശരീരം എന്ന് പറഞ്ഞാൽ അത് ചെങ്കടലിൽ നശിച്ചു പോവാതെ അതിനെ അല്ലാഹു തആല സുരക്ഷിതമായി നിലനിർത്തും. എന്നേക്കുമുള്ള ഏകാധിപതികൾക്കും പീഡകർക്കുമുള്ള ഒരു മുന്നറിയിപ്പായി കൊണ്ട് അതിനെ നിലനിർത്തുമെന്ന് ഖുർആൻ സൂറത്ത് യൂനുസ് 92-ാം വചനത്തിൽ പറയാൻ. ഖുർആൻ ഇത് പറഞ്ഞപ്പോ ഫിർഔന്റെ ബോഡി ലഭിച്ചിട്ടില്ല. ഖുർആൻ ഇത് പറഞ്ഞ് ദീർഘകാലം കഴിഞ്ഞും ഫിർഔന്റെ ബോഡി ലഭിച്ചിട്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ ഈജിപ്തിലെ പുരാവസ്തു കേന്ദ്രത്തിൽ അതുണ്ട്. 1889 പ്രൊഫസർ ലോറൽ എന്ന് പറയുന്ന ഗവേഷകനാണ് ഈ മൃതശരീരം ജലാശയത്തിൽ നിന്ന് പുറത്തെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇതേതെങ്കിലും മുൻകഴിഞ്ഞ ഗ്രന്ഥത്തിൽ നിന്ന് പകർത്തി എഴുതിയതല്ല. ഇന്നത്തെ നവനാസ്തികര് പറയുന്ന കോപ്പിയടി സിദ്ധാന്തമുണ്ടല്ലോ, അത് ഈ ഗ്രന്ഥത്തിന് ബാധകമല്ല. ഈ ഗ്രന്ഥം മറ്റെവിടെ നിന്നും പകർത്തി എഴുതിയതല്ല. ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, സംശയിക്കേണ്ട കൂട്ടരെ. ഇത് പറഞ്ഞുകൊണ്ടാണ് ഖുർആനിലെ 2-ാമത്തെ അധ്യായം തന്നെ തുടങ്ങുന്നത്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആ ഗ്രന്ഥം, അതിൽ സംശയമില്ല, ഒരു സംശയവും വേണ്ട. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അതിലൊരു സംശയവും വേണ്ട. അത് സന്മാർഗത്തിന്റെ ഗ്രന്ഥമാണ്, മുത്തഖീങ്ങൾക്കുള്ള സന്മാർഗമാണെന്ന കാര്യത്തിൽ ഈ ഗ്രന്ഥത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കൊണ്ടുവരുന്ന ഇതിന് തുല്യമായൊരു ഗ്രന്ഥം. ഈ ഖുർആന് തുല്യമായ ഗ്രന്ഥം കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടിയാലും ലാ യഅ്തൂന ബിമിസ്ലിഹി. ഈ ഖുർആന് തുല്യമായ ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയില്ല. വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറാ. ഈ മനുഷ്യരും ജിന്നുകളുമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായാർത്ഥനകൾ നടത്തിയാൽ പോലും, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാൽ പോലും സാധിക്കുന്നതല്ല ഈ ഖുർആന് തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരിക എന്നുള്ളത്. അന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായി, നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. എന്നും അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഈ കാലഘട്ടത്തിൽ പോലും ഖുർആന് തുല്യമായ ഗ്രന്ഥം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ കോവിഡ് കാലത്തിലാണ് ജീലു എന്ന് പറയുന്ന ഒരു നാസ്തികന്റെ നേതൃത്വത്തിൽ നവനാസ്തിക സംഘം ചേർന്നുകൊണ്ട് സൂറത്ത് കോഫീദ് എന്ന് പറയുന്ന ഒരു അധ്യായം കൊണ്ടുവന്നത്. അവര് പറയും, ഇതുപോലത്തെ ഗ്രന്ഥമൊക്കെ എത്രയും ഞങ്ങൾ കൊണ്ടുവരാന്ന് പറയും. അങ്ങനെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാനുള്ള ശ്രമമുണ്ടായി. ജീലു എന്ന് പറയുന്ന നവനാസ്തികന്റെ നേതൃത്വത്തിൽ സൂറത്ത് കോഫീദ് എന്ന് പറയുന്ന ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് കോഫീദ് എന്നാണ്. കോവിഡ് അധ്യായം ഖുർആന്റെ ശൈലി കടമെടുത്തുകൊണ്ട് അവരോധി. കൂഫീദ് വൽ ഫൈറൂസുൽ മുബീദ് ബൽ അജിബു അൻ ജാഅകും മിനസ് സീനിൽ ബഈദ്. കൂഫീദ് കോവിഡാണേ സത്യം, വൽ ഫൈറൂസുൽ മുബീദ് നാശകാരിയായ വൈറസാണേ സത്യം, ബൽ അജിബു അൻ ജാഅകും മിനസ് സീനിൽ ബഈദ്. ആശ്ചര്യപ്പെടണേ,
അത്ഭുതപ്പെടണേ, അതിവിദൂരമായ ചൈനയിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അതിവിദൂരമായ ചൈനയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സാർവകാലികമായ സാർവജനീനമായിട്ടുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. എല്ലാ കാലത്തേക്കും എല്ലാ സമൂഹത്തിലേക്കും അനുയോജ്യമായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന് തുല്യമായ ഗ്രന്ഥം അധ്യായം കൊണ്ടുവന്നപ്പോ അതിൽ വന്ന ഒരു പ്രയോഗമാണ്. എന്താണ് പ്രയോഗം? അതിവിദൂരമായ ചൈനയിൽ നിന്ന് വന്ന കോവിഡ്. അപ്പൊ ചൈനക്കാർക്ക് അതിവിദൂരമാണോ? ചൈനയുടെ അയൽ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് അതിവിദൂരമാണോ? അവിടെ തന്നെ ഇതിന്റെ അമാനുഷികമായിട്ടുള്ള ഗ്രന്ഥം എന്നൊരവസ്ഥയിലേക്ക് അത് ഉയർന്നു നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ കൊണ്ടുവന്ന ഗ്രന്ഥത്തിന്റെ ഉയർന്ന നിലവാരം പോലും, മനുഷ്യനിർമ്മിതമായ ഒരു രചനയുടെ ഉയർന്ന നിലവാരം പോലും ഇതിനെ പുലർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അതിവിദൂരമായ ചൈന എന്നെങ്ങനെയാണ് സാർവലൗകികവും സാർവകാലികവും സാർവജനീനവുമായ ഒരു ഗ്രന്ഥത്തിന് പറയാൻ സാധിക്കുക? വിദൂരമല്ലല്ലോ. ചൈനക്കാർക്ക് ചൈന വിദൂരമല്ലല്ലോ. ചൈനയുടെ അയൽ പ്രദേശങ്ങളിലുള്ള ഒരു രാജ്യത്തിനും ചൈന വിദൂരമല്ലല്ലോ. അങ്ങനെയുള്ള ധാരാളം പിശകുകൾ, ഒന്നോ രണ്ടോ തെറ്റുകളല്ല, ഭാഷാപരമായി തന്നെ ധാരാളം പിഴവുകൾ ഉള്ളടക്കം ചെയ്ത ഒരു അധ്യായമായിരുന്നു സൂറത്ത് കൂഫീർ എന്ന് പറയുന്ന വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവികമായ ഗ്രന്ഥത്തിന് തുല്യമായ ഗ്രന്ഥം കൊണ്ടുവരാൻ, അതിന് തുല്യമായ ഒരു അധ്യായം കൊണ്ടുവരാൻ ഒരാൾ ശ്രമിച്ചപ്പോ, ഒരു കൂട്ടം നാസ്തികർ ശ്രമിച്ചപ്പോ, മനുഷ്യനിർമ്മിത ഗ്രന്ഥത്തിന്റെ ഉയർന്ന നിലവാരം പോലും പുലർത്താൻ സാധിക്കാതെ വെല്ലുവിളിക്ക് മുമ്പിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അം യഖൂലൂന ഇഫ്തറാഹു ഖുൽ ഫഅ്തൂ ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത്തിൻ. ഈ ഖുർആൻ കള്ളം കെട്ടി ചമച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എങ്കിൽ ഈ ഖുർആനിൽ ഇതുപോലത്തെ 10 അധ്യായം കൊണ്ടുവരിക. അവസാനം ഖുർആൻ പറഞ്ഞു, ഖുർആനിൽ ഇതുപോലത്തെ ഒരു അധ്യായം കൊണ്ടുവരിക സാധ്യമല്ല. കാരണം ഇത് ദൈവിക ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തെ നാം പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും നമ്മുടെ സന്താനങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്യാൻ ഖുർആനിന്റെ മാസമായ റമളാൻ നമുക്ക് പ്രചോദനമാവണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, റമളാനിൽ നോമ്പെടുക്കണം. റമളാനിൽ ഖുർആൻ പാരായണം ചെയ്താൽ മാത്രം പോരാ, ഖുർആൻ പഠിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ഖുർആൻ പഠന കേന്ദ്രങ്ങളുണ്ട്, ഖുർആൻ സ്റ്റഡി സർക്കിളുകളുണ്ട്. നമ്മുടെ മസ്ജിദുകളോടും അതുപോലെ തന്നെ ഇസ്ലാമിക സ്ഥാപനങ്ങളോടുമെല്ലാം അനുബന്ധിച്ചുകൊണ്ട് മുതിർന്നവർക്കും പഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഖുർആൻ പഠന കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മിൽ എത്ര പേർ അതിലൊക്കെ താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഖുർആൻ പഠനത്തിനുള്ള വലിയൊരു പ്രചോദനമായി വിശുദ്ധ റമളാൻ നമുക്ക് മാറണം. ഖുർആനിന്റെ മാസമാണ് റമളാൻ. റമളാനിൽ ഖുർആൻ പാരായണത്തിനുള്ള ഔത്സുക്യവും ആവേശവും നമ്മൾ വെച്ചു പുലർത്തുന്നില്ല എങ്കിൽ, ഖുർആൻ പഠനത്തിനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എങ്കിൽ, സഹോദരങ്ങളെ, നാളെ ഖുർആൻ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്കെതിരെ ശുപാർശ പറയുന്ന ഒരവസ്ഥയുണ്ടാവും. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായിട്ട് നമുക്ക് മാറാൻ കഴിയണമെങ്കിൽ സഹോദരങ്ങളെ, ഖുർആന്റെ ആളുകളായിട്ട് നമ്മൾ മാറണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്. അല്ലാഹു തആലാക്ക് ജനങ്ങളിൽ പ്രത്യേകക്കാരായ ആളുകളുണ്ട്, അള്ളാഹുവിൻ്റെതായ ആളുകൾ, അള്ളാഹിന്റെ അഹ്ലുകാരായ ആളുകൾ ജനങ്ങളിലുണ്ട്. ഖാലൂ യാ റസൂലല്ലാഹ് മൻഹും. അള്ളാഹുവിന്റെ ദൂതരെ, ആരാണ് അള്ളാഹുവിന്റെ പ്രത്യേകക്കാർ? അഹ്ലീന മിനന്നാസ് എന്ന് പറയുന്ന ആരെ സംബന്ധിച്ചാണ്? ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വ ഖാസ്സത്തു. അവർ ഖുർആന്റെ ആളുകളാണ്, അവരാണ് അള്ളാഹുവിന്റെ പ്രത്യേകക്കാർ. ഖുർആന്റെ ആളുകൾ ഖുർആൻ പഠിക്കുക, ഖുർആൻ മനനം ചെയ്യുക, ഖുർആൻ ഗവേഷണം നടത്തുക. അതാണ് സഹോദരങ്ങളെ. പഠിക്കുകയും മനനം ചെയ്യുകയും മാത്രം ചെയ്താൽ പോരാ, ആ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖുർആന്റെ വാർഷികാചരണ മാസം കൂടിയാണ് സമാഗതമാവുന്ന റമളാൻ. അലസമായിട്ട് എവിടെയെങ്കിലും വിശ്രമിക്കുകയല്ല ആ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. നോമ്പെടുത്തുകൊണ്ട് ഖുർആന്റെ പഠന മനനങ്ങളും ഖുർആനുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക ചർച്ചകളുമെല്ലാം ധാരാളമായിട്ട് റമളാനിൽ സംഘടിപ്പിക്കണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ ഖുർആൻ നമ്മൾ പഠിക്കുമ്പോഴാണ് ആ ഖുർആനിനെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുക. അങ്ങനെ ഖുർആനിനെ പ്രാവർത്തികമാക്കുന്ന ഒരു നവസമൂഹത്തിന്റെ സൃഷ്ടിപ്പാണ് യഥാർത്ഥത്തിൽ റമളാനിലൂടെ ഇസ്ലാം ലക്ഷ്യമാക്കുന്നത്. ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. റമളാനിലൂടെ ഖുർആൻ ഇസ്ലാം ആത്യന്തികമായിട്ട് ലക്ഷ്യമാക്കുന്നത് ഖുർആനിനെ പ്രാവർത്തികമാക്കുന്ന
ഒരു നവസമൂഹത്തിന്റെ സൃഷ്ടിപ്പ് എന്നുള്ളതാണ്. ഇമാം ഹസൻ അൽ ബന്ന റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അഖീമു ദൗലത്തൽ ഖുർആനി അവ്വലൻ ഫീ ഖുലൂബികും. ഖുർആനിന്റെ രാഷ്ട്രം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആദ്യം സ്ഥാപിക്കുക. ഖുർആനെ നന്നായിട്ട് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കിയ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള പരിശ്രമം നടത്തുക. സഹോദരങ്ങളെ, കഴിഞ്ഞു പോകുന്ന ശഅബാനിലും വരാൻ പോകുന്ന റമളാനിലുമെല്ലാം നല്ല ഖുർആൻ പഠനങ്ങൾ ഉണ്ടാവട്ടെ. അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.